മദ്യനയ വിവാദത്തിൽ പ്രതിപക്ഷത്തിന്റെ വ്യാജാരോപണങ്ങളെ തള്ളി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. സംസ്ഥാനത്തെ മദ്യനയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. പുറത്തുവരുന്നത് വ്യാജ പ്രചാരണം. പണം വാങ്ങി നയം തീരുമാനിക്കുന്നത് യുഡിഎഫിന്റെ രീതിയാണെന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മാനസ മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, മദ്യനയ വിവാദത്തിൽ പ്രതിപക്ഷത്തിന്റെ ഈ വ്യാജ ആരോപണങ്ങളൊക്കെയും പൊളിയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. CPM പാർട്ടി സെക്രട്ടറിയും അതോടൊപ്പം തന്നെ മന്ത്രി M.B. രാജേഷും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു പ്രതികരണങ്ങളുമായി. വസ്തുതാവിരുദ്ധമായ വ്യാജ ആരോപണങ്ങളാണ് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളും അഴിച്ചുവിടുന്നത്. അതിന് പിന്നാലെ അതിന് പിന്തുണ നൽകുന്ന വിധത്തിൽ പ്രതിപക്ഷവും രംഗത്തെത്തുകയാണ്. മാത്രമല്ല, ഈ സംസ്ഥാന സർക്കാരോ ഇടതുമുന്നണിയോ ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തിയിട്ടില്ല. മദ്യനയ മായി പ്രാരംഭ ചർച്ചകൾ പോലും നടന്നിട്ടില്ല. ഈ ഒരു കാര്യം പോലും തീരുമാനിച്ചിട്ടില്ല എന്ന കാര്യങ്ങളാണ് മന്ത്രിയും വിശദമാക്കിയത്. ഇത്തരത്തിൽ എന്തെങ്കിലും സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ശബ്ദരേഖയ്ക്ക് പിന്നിൽ ആരാണ് എന്നതുൾപ്പെടെയുള്ളവ അന്വേഷിക്കാൻ മന്ത്രി M.B. രാജേഷും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ രംഗത്തെത്തിയത്. വസ്തുതകൾ നിരത്തിയുള്ള പ്രതികരണവുമായിരുന്നു M.V. ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചത്. ഒന്നും ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം വ്യാജമായി തയ്യാറാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയായ ഒരു നിലപാടല്ല. ഇനി ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് പണപ്പിരിവ് നടത്തുന്നത് എന്ന വ്യാജ പ്രചരണവും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ വ്യാപകമാക്കുന്നു. പ്രതിപക്ഷ നേതാവും അതുപോലെ KPCC പ്രസിഡന്റും വലിയ രീതിയിൽ ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. 2016 വരെ അവരുടെ ലൈസൻസ് ഫീസായിട്ട് കൊടുത്തിരുന്നത് 23 ലക്ഷം റുപ്യയിൽ. അതിപ്പോൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ കൊല്ലത്തോടുകൂടി അത് 35 ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുക ചെയ്തത്. ജനങ്ങളുടെ താല്പര്യം തന്നെയാണ് സംരക്ഷിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിൽ സമ്പന്നരുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ് എന്ന പ്രചരണത്തിന് യാതൊരു അർത്ഥവുമില്ല. പണം വാങ്ങി മദ്യനയം തീരുമാനിക്കുന്നത് UDFന്റെ രീതിയാണെന്നും ഇതേ രീതിയാണ് LDF സർക്കാർ ഫോളോ ചെയ്യുന്നതും എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തയാണ് ചില മാധ്യമങ്ങൾ അഴിച്ചുവിട്ടത്. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷവും പിന്താങ്ങിയത്. എന്നാൽ ഇത്തരം രീതി ഇതുവരെയും ഭരണത്തിലേറിയതിനു ശേഷം LDF സർക്കാർ നടപ്പാക്കിയിട്ടില്ല. മാത്രമല്ല, LDF സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം 12 ലക്ഷം രൂപയാണ് ഈ ബാർ ലൈസൻസിൽ അധികമായി വർദ്ധിപ്പിച്ചത്. ഇത്തരത്തിലുള്ള ഒരു കോഴ ആരോപണം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് M.V. ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതോടെ കൂടെ ഈ 3 അസോസിയേഷൻ്റെയും അതോടൊപ്പം തന്നെ മന്ത്രിയുടെയും ഈ പാർട്ടി സെക്രട്ടറിയുടെയും കൂടെ വിശദീകരണം വന്നതോടെ പ്രതിപക്ഷത്തിൻ്റെയും ചില മാധ്യമങ്ങളുടെയും വസ്തുതാവിരുദ്ധമായ വ്യാജ ആരോപണങ്ങൾ തീർത്തും പൊളിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്.